ഹായ്, ജോബ് ഫോർ യുവിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പുതുതായി വന്നിട്ടുള്ള ജോലികളും അതിന്റെ വിശദാംശങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യമായി റെയിൽവേയിൽ വന്നിട്ടുള്ള ഒഴിവ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 600 വേക്കൻസികൾ ഓപ്പൺ ആയിട്ടുണ്ട്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ വന്നിട്ടുള്ള ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് ആദ്യമായി റെയിൽവേയിലേക്കുള്ള ഒഴിവുകൾ നോക്കാം. റെയിൽവേയിൽ ലെവൽ 1 സ്കെയിൽ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം ഉടനെ വരുന്നതാണ്. റെയിൽവേ റിക്രൂട്ട്മെന്റ് സെന്ററുകളിൽ ഏകദേശം 32,000 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ടെക്നിക്കൽ വിഭാഗത്തിൽ അസിസ്റ്റന്റ്, ലെവൽ, ട്രാക്ക് മെയിന്റനർ തുടങ്ങിയ തസ്തികകളും ഇതിൽ ഉൾപ്പെടും. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ തുടങ്ങിയവയാണ് അസിസ്റ്റന്റ് തസ്തികകളിൽ വരുന്നത്. 18,000 രൂപയാണ് അടിസ്ഥാന ശമ്പളം പറയുന്നത്. പ്രായപരിധി 16 വയസ്സിനും 36 വയസ്സിനും ഇടയിലായിരിക്കണം. ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2025 ഫെബ്രുവരി 22. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും അപ്ലൈ ചെയ്യുന്നതിനും ഒഫീഷ്യൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. ഏകദേശം 600 വേക്കൻസികളോളം ഓപ്പൺ ആയിട്ടുണ്ട്. പ്രൊബഷണറി ഓഫീസർമാർക്കുള്ളതാണ് ഈ ഒഴിവ്. ഓൺലൈനായിട്ടുള്ള പ്രിലിമിനറി എക്സാം മാർച്ച് 8, 15 തീയതികളിലാണ് നടത്തുക. കേരളത്തിൽ 10 പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഉണ്ടാവുക. ശമ്പളം പറയുന്നത് 48,420 മുതൽ 85,920 രൂപ വരെയാണ്. പ്രായപരിധി പറയുന്നത് 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. 3 ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ്. ആദ്യഘട്ടത്തിൽ ഓൺലൈൻ പ്രിലിമിനറി എക്സാം നടക്കുക ഒബ്ജക്റ്റീവ് മാതൃകയിലായിരിക്കും. 1 മണിക്കൂറാണ് സമയമുണ്ടാവുക. ഇതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്താണ് മെയിൻ എക്സാം നടത്തുക. മെയിൻ എക്സാം ഓൺലൈൻ വഴിയായിരിക്കും. പ്രിലിമിനറി എക്സാം നടത്തുന്ന സെന്ററുകൾ ആലപ്പുഴ, കൊല്ലം, എറണാകുളം, പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ്. മെയിൻ എക്സാം നടക്കുന്നത് എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലാണ്. ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2025 ജനുവരി 16 കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അപ്ലൈ ചെയ്യാനും sbi.co.in എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. അടുത്തതായി കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ വന്നിട്ടുള്ള ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. MG യൂണിവേഴ്സിറ്റിയിൽ സയന്റിഫിക് അസിസ്റ്റന്റ് ഒഴിവ് വന്നിട്ടുണ്ട്. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം വരുന്നത്. ശമ്പളം 30,000 രൂപയാണ് പറയുന്നത്. യോഗ്യത കെമിസ്ട്രിയിലോ എൻവയോൺമെന്റ് സയൻസിലോ 60% മാർക്കോട് കൂടി ബിരുദാനന്തര ബിരുദമാണ് പറയുന്നത്. വിശദമായ ബയോഡാറ്റ cic@mgu.ac.in എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2025 ജനുവരി 10. അടുത്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ലൈബ്രറിയൻ വേക്കൻസിയാണ്. ഇത് കരാറടിസ്ഥാനത്തിലാണ് നിയമനം വരുന്നത്. യോഗ്യത ലൈബ്രറി സയൻസിൽ ബിരുദാനന്തര ബിരുദവും 5 വർഷത്തെ പ്രവൃത്തി പരിചയവും നിർബന്ധമാണ്. അപേക്ഷ സമർപ്പിക്കേണ്ടത് cuiet.info എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായാണ്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2025 ജനുവരി 10. പ്രൈവറ്റ് ഗവൺമെന്റ് ജോബുകളെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേഷൻസിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഡെയിലി അപ്ഡേഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.